നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. സ്വന്തം കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ട ഞെട്ടലിലാണ് ഇപ്പോഴും ഈ മക്കൾ. അമ്മ നഷ്ടപ്പെട്ടിരുന്നെങ്കിലും അച്ഛനും അമ്മയും ഈ മക്കൾക്ക് ഒരു താങ്ങായിരുന്നു. ആ ആശ്രയമാണ് ഇപ്പോൾ ഇവർക്ക് നഷ്ടമായിരിക്കുന്നത്. അമ്മയുടെ മരണശേഷം ഭയം കാരണമാണ് ഇവർ അവിടെ നിൽക്കാതെ അമ്മ വീട്ടിലേക്ക് താമസം മാറ്റിയത്. അമ്മയുടെ മരണശേഷമാണ് ചെന്താമരയ്ക്ക് അന്ധവിശ്വാസമുള്ളതായി ഇവർ അറിയുന്നത്. സജിതയെ കൊലപ്പെടുത്താൻ കാരണവും ഈ അന്ധവിശ്വാസം തന്നെയായിരുന്നു. തൻ്റെ കുടുംബം പിണങ്ങിപ്പോകാൻ കാരണം നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീ കാരണമാണെന്ന് ജോത്സ്യൻ പ്രവചിച്ചിരുന്നു. ഇതാണ് സജിതയെ കൊലപ്പെടുത്താൻ ചെന്താമരയെ പ്രേരിപ്പിച്ചത്. സജിതയെ കൂടാതെ അയൽവാസികളായ പല സ്ത്രീകളെയും ഇയാൾക്ക് സംശയമുണ്ടായിരുന്നു. ചെന്താമര ആരോടും സംസാരിക്കുന്ന പ്രകൃതക്കാരനല്ല, എപ്പോഴും വീട്ടിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു എന്നാണ് മക്കൾ പറയുന്നത്. എന്ത് കാരണം കൊണ്ടാണ് തൻ്റെ കുടുംബത്തെ കൊലപ്പെടുത്തിയതെന്ന് ഇപ്പോഴും ഈ മക്കൾക്ക് അറിയില്ല. ഇനി തങ്ങളെ ഇയാൾ ആക്രമിക്കില്ലെന്ന് സുധാകരൻ മക്കളോട് പറഞ്ഞിരുന്നു. തങ്ങളുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്, അതുകൊണ്ട് തന്നെ അവരുടെ മൃതശരീരം അവിടെ തന്നെ അടക്കണമെന്നാണ് മക്കൾ പോലീസിനെ അറിയിച്ചത്. എന്തിന് തങ്ങളെ മാത്രം ബാക്കി വെച്ചു? തങ്ങളെ കൂടെ അയാൾക്ക് കൊല്ലാമായിരുന്നില്ലേ എന്നും മക്കൾ കണ്ണീരോടെ പറയുന്നുണ്ടായിരുന്നു. ഈ കൊടും ക്രൂരത ചെയ്ത ഇയാളെ എത്രയും വേഗം തന്നെ കണ്ടെത്തണമെന്നും അവർ പറയുകയുണ്ടായി. ചെന്താമര അന്ധവിശ്വാസിയാണെന്ന് പ്രദേശവാസികളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇയാൾ അവരെയും ഭീഷണിപ്പെടുത്തുമായിരുന്നു. കഴിഞ്ഞ ദിവസവും ചെന്താമര കൊടുവാളിന്റെ മൂർച്ച കൂട്ടിയിരുന്നു. ഇതെന്തിനാണെന്ന് ബന്ധുവായ പരമേശ്വരൻ ചോദിച്ചപ്പോൾ എതിർക്കുന്നവരെ വെട്ടാനാണെന്ന് ഇയാൾ പറയുകയുണ്ടായി. ഇയാൾ കിട്ടുന്ന പണമെല്ലാം അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടിയാണ് ചെലവാക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. തിരുപ്പൂരിൽ ഡ്രൈവറായ സുധാകരൻ വല്ലപ്പോഴും മാത്രമാണ് വീട്ടിലെത്തിയിരുന്നത്. ഈ വരുന്ന സമയങ്ങളിൽ എല്ലാം ചെന്താമര ഇയാളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനെതിരെ മകൾ അനഘയും പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതിലൊന്നും പോലീസ് വേണ്ട നടപടികൾ എടുക്കാത്തതാണ് ഇപ്പോൾ ഈ ഇരട്ട കൊലപാതകത്തിന് കാരണമായതെന്നും നാട്ടുകാർ വെളിപ്പെടുത്തുന്നു. എന്നാൽ പരാതി ലഭിച്ച ശേഷം ഇയാളെ വിളിച്ചു വരുത്തി താക്കീത് നൽകിയിരുന്നതായി പോലീസ് ഇൻസ്പെക്ടർ അമൃതസിംഹൻ പറഞ്ഞു. കൂടാതെ ഇനി ഈ പ്രദേശത്ത് വരരുതെന്നും പറയുകയുണ്ടായി. എന്നാൽ ഈ വിലക്ക് ലംഘിച്ചാണ് ഇയാൾ വീണ്ടും ഇവിടെ എത്തിയത്. നെന്മാറ ടൗണിൽ കാത്തിരുന്ന മകളായ അനഘയെ കാണാനാണ് സുധാകരൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇത് കണ്ട് ചെന്താമര വടിയിൽ കെട്ടിവെച്ചിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് സുധാകരനെ വെട്ടുകയായിരുന്നു. നിലവിളി കേട്ട് ഓടി വന്ന സുധാകരന്റെ അമ്മയെയും ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തി. 8 വെട്ടുകളാണ് സുധാകരന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അമ്മയുടെ ശരീരത്തിൽ 12 വെട്ടുകൾ. ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദൂരെ നിന്ന് വടിയിൽ കെട്ടിയ വെട്ടുകത്തി ഉപയോഗിച്ച് ആഞ്ഞു വെട്ടിയതിനാൽ ആഴത്തിലുള്ള മുറിവാണ് ഉണ്ടായത്. ഇത് തന്നെയാണ് മരണത്തിന് വഴിവെച്ചത്. കൊലപാതകത്തിന് ശേഷം കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ട ഇയാൾക്കായി പോലീസും നാട്ടുകാരും തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത്. ഡ്രോണുകളും പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട്.